വസന്തം 2017 സെഷൻ 2 ആരംഭിക്കുന്നു. ദുരിതപർവങ്ങളിൽ ചരിത്രത്തിന്റെ തണലുകൾ എന്ന വിഷയത്തെ അധികരിച്ച് ചന്ദ്രിക ജിദ്ദ ബ്യൂറോ ചീഫും യുവ വാഗ്മിയും പത്രപ്രവർത്തകനുമായ ഷെരീഫ് സാഗർ ക്ലാസ് എടുക്കുന്നു. വേദിയിൽ അബ്ദുസലാം ഫൈസി കടുങ്ങല്ലൂർ, സുലൈമാൻ ദാരിമി, മൊയ്തീൻകുട്ടി ഫൈസി പന്തല്ലൂർ, MA കോയ സാഹിബ്, നാസർ സാഹിബ് കാടമ്പുഴ, ആലമ്പാടി ദാരിബ് ഉസ്താദ്, അബ്ദുള്ള ഫൈസി, മുസ്തഫ ഫൈസി. ഷെരീഫ് സാറെ സദസ്സിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. പേര് വിളിക്കപ്പെട്ട ഉസ്താദുമാർ വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സദസ്സിലിരിക്കുന്ന ജിദ്ദ ഇസ്ലാമിക് സെന്ററിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആധുനിക ലോകത്ത് മുസ്ലിം സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, ആ പ്രതിസന്ധിയുടെ കാര്യകാരണങ്ങളെക്കുറിച്ച്, അതിൻ്റെ പരിഹാരത്തിന് ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നിന്ന് എന്താണൊരു മാർഗം സ്വീകരിക്കാനുള്ളത് എന്നതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയൊരു വിഷയമാണ് സംഘാടകർ എനിക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം, ചരിത്രത്തിലുടനീളം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന കാലം തൊട്ട് തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ടാണ് കടന്നുപോയത്. ചരിത്രത്തിലുടനീളം ഈ പ്രതിസന്ധികളുടെ ഒരു പാരാവാരം തന്നെ ഇസ്ലാമിക സമൂഹത്തിന് നേരെ നമുക്ക് കാണാവുന്നു. ആ പ്രതിസന്ധികളെ അതിജയിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട മാനദണ്ഡം എന്നാണ് എന്നതിനെ കുറിച്ചാണ് ഇസ്ലാമിക ലോകം എക്കാലത്തും ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കാലത്തും അതുതന്നെയാണ് ഒട്ടനേകം സമ്മേളനങ്ങളിൽ, ഒട്ടനേകം സിമ്പോസിയങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ആ ചർച്ചകളെല്ലാം ഉപരിപ്ലവമായി പോകുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ പ്രധാന പ്രതിസന്ധി എന്ന് ഞാൻ മനസ്സിലാക്കും. അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് യഥാർത്ഥ പ്രതിസന്ധിയുടെ മർമ്മം എന്താണ് എന്നറിയാതെ അനാവശ്യമായ വിശകലനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രമുഖ ബ്രിട്ടീഷ് ചിന്തകനായ കരൺ ആംസ്ട്രോങ്, അദ്ദേഹം മുസ്ലിം ലോകത്തിന്റെ പ്രതിസന്ധികളെ മൂന്നായിട്ട് വിഭജിക്കുന്നുണ്ട്. ലോകത്ത് ഇസ്ലാം ഉണ്ടായതിനു ശേഷം 3 തരം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് പിരിയൻ ഗോവണി എഴുതിയ കരൺ ആംസ്ട്രോങ് പറയുന്നു. അതിപ്രകാരമാണ്: 1, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം മുസ്ലിം സമൂഹം അഭിമുഖീകരിച്ച പ്രതിസന്ധി. 2ാമത്തെ പ്രതിസന്ധിയായിട്ട് അദ്ദേഹം എണ്ണി പറയുന്നത് തർത്താരികളുടെ ആക്രമണമാണ്. ഫാൾ ഓഫ് ബാഗ്ദാദ്, അതുപോലെ തന്നെ ഫാൾ ഓഫ് മിഡീവൽ ഇസ്ലാമിക് സ്പെയിൻ. ഈ 2 പ്രതിസന്ധികൾക്ക് ശേഷവും ഇസ്ലാം അതിജയിച്ചു.
മൂന്നാമത്തേതും ഏറ്റവും ഒടുവിലത്തേതുമായ പ്രതിസന്ധിയായിട്ട് അദ്ദേഹം എണ്ണി പറഞ്ഞിരിക്കുന്നത് ആധുനിക കാലത്ത് ഇസ്ലാം നേരിടുന്ന പ്രതിസന്ധിയായിട്ട് അദ്ദേഹം പറയുന്നത് മുസ്ലിം ലോകത്തെ ആന്തരികവും ബാഹ്യവുമായ വൈജ്ഞാനിക സംഘർഷം എന്നാണ്. ഇന്ന് മുസ്ലിം ലോകം ഒരു പ്രതിസന്ധിയെയും നേരിടുന്നില്ല. ഒരേ ഒരു പ്രതിസന്ധിയാണ്, അത് വൈജ്ഞാനിക സംഘർഷമാണ് എന്ന് കരൺ ആംസ്ട്രോങ് പറയും. അദ്ദേഹം അത് പറയുന്നതിന് കാരണങ്ങളുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ ഈ നിരീക്ഷണങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഈ ഒരു വിശദീകരണത്തിൽ ഊന്നിക്കൊണ്ട് മാത്രം ഈ വിഷയം അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത്, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇസ്ലാമിക ലോകം വലിയ ഭീഷണികളെ നേരിട്ടു. മുസ്ലിങ്ങളായ പല ഗോത്രവർഗങ്ങളും ഇസ്ലാം ഉപേക്ഷിച്ചു. പലരും സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു. പലരും നമസ്കരിക്കാൻ വിസമ്മതിച്ചു. ഇസ്ലാമിൽ കൂട്ടിക്കലർത്തലുകൾ പലയിടത്തുമുണ്ടായി. കള്ളപ്രവാചകന്മാർ തുരുതുരാ വന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ ഏറ്റവും വലിയ ഭീഷണി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മുസ്ലിം സമൂഹം നേരിട്ടു. ആ ഭീഷണിയെ എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം നേരിട്ടത് എന്ന് കരൺ ആംസ്ട്രോങ്ങിനെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാവില്ല. അതിന് നമ്മളിലേക്ക് തന്നെ ഒരു കണ്ണാടി തിരിച്ചു വെക്കേണ്ടതുണ്ട്. നമ്മൾ സ്വയം കണ്ണാടി നോക്കേണ്ടതുണ്ട്. ഈ പ്രതിസന്ധികളിലൊക്കെയും ഇസ്ലാമിക സമൂഹത്തിന് വന്ന അപജയത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു എന്ന്. എനിക്ക് തൊട്ടുമുമ്പ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയം തസവുഫുമായി ബന്ധപ്പെട്ടതാണ്, സൂഫിസവുമായി ബന്ധപ്പെട്ടത്. ലോകമെമ്പാടും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാൻ, ഇസ്ലാമിന്റെ ആത്മസത്തയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് സൂഫി വര്യന്മാർ, വൈജ്ഞാനിക ദാഹികൾ ലോകം ചുറ്റി സഞ്ചരിക്കുകയുണ്ടായി. അവരിലൂടെ ഇസ്ലാം അതിന്റെ ഉത്തുംഗപഥങ്ങളിൽ ഇങ്ങനെ വിരാജിക്കുന്ന ചരിത്രം നമ്മളിങ്ങനെ വായിക്കുകയാണ്. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇസ്ലാമിനെ അതിൻ്റെതായ അർത്ഥത്തിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ കരൺ ആംസ്ട്രോങ് ചൂണ്ടിക്കാണിച്ച മൂന്നാമത്തെ തത്വം ശരിയാവുന്നുണ്ട്. അതായത് ഇസ്ലാമിക ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വൈജ്ഞാനികമായ പ്രതിസന്ധിയാണ്. വൈജ്ഞാനികം എന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് വിവരക്കുറവിൻ്റെതായിട്ടുള്ള പ്രതിസന്ധി മാത്രമല്ല. നമുക്കറിയാം, ലോകത്ത് മൂല്യങ്ങളുടെ പ്രസരണം നടന്നത് ഇസ്ലാമിലൂടെയാണ്. ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ ആവുന്ന ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഈ മൂല്യങ്ങളെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക സമൂഹം കൈവിട്ടു പോകുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം കിടക്കുന്നത്. അതാണ് പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം. ഉപരിപ്ലവമായ ചർച്ചകളിൽ, ഉപരിപ്ലവമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം കുരുങ്ങിപ്പോവുകയും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ആത്മസത്തയെ നമ്മൾ വിസ്മരിക്കുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മൾ പരാജിതരാകുന്നത്. എങ്ങനെയാണ് ഖുലഫാഉ റാഷിദുകൾ ഈ പ്രതിസന്ധി അതിജയിച്ചത് എന്ന് നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ യഥാർത്ഥ സത്തയെ വിട്ടുവീഴ്ചയില്ലാതെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ ദൗത്യം നിർവഹിച്ചത്. സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചവർ, അവർക്കെതിരെ യുദ്ധം നയിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു.
ഞങ്ങൾക്ക് സുബഹി ഒന്ന് ഒഴിവാക്കി തരണം, ബാക്കിയൊക്കെ ഞങ്ങൾ നിസ്കരിക്കോളാം എന്ന് പറഞ്ഞു വരുന്ന കുറെ ആളുകളുണ്ടായി. അവരോട് പറഞ്ഞു, സുബഹി വിട്ടിട്ടുള്ള കളിയില്ല, സുബഹി ഇസ്ലാമിലുള്ളതാണ്. 5 നേരത്തെ നിസ്കാരം അത് നിർബന്ധമാക്കി, വിട്ടുവീഴ്ച ചെയ്തില്ല. ഓരോ ഗോത്ര സമൂഹങ്ങളും ഇസ്ലാമിൽ കൂട്ടിക്കലർത്തലുകൾ ഉണ്ടാക്കുവാനും, സ്വന്തമായിട്ട് മതമുണ്ടാക്കുവാനും, സ്വന്തമായിട്ട് പ്രവാചകന്മാരെ ഉണ്ടാക്കുവാനും, സ്വന്തമായിട്ട് വ്യാജമായ സൂക്തങ്ങൾ, ഖുർആൻ സൂക്തങ്ങളെ പോലെ വ്യാജമായ സൂക്തങ്ങൾ അവതരിപ്പിക്കുവാനും ഒക്കെ കടന്നു വന്ന ഒരു സമയത്ത് സൈനികമായി മാത്രം അതിനെ പ്രതിരോധിക്കാനാവില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. വാളുകൊണ്ട് മാത്രം ഈ പ്രതിസന്ധിയെ അതിജയിക്കാനാവില്ല. ഈ പ്രതിസന്ധിയെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ മരുന്ന് വേണം. ആ മരുന്ന് വിശുദ്ധ ഖുർആനായിരുന്നു, സത്യപ്രവാചകന്റെ സരണിയായിരുന്നു. ആ ബൗദ്ധികമായിട്ടുള്ള മരുന്ന് കൊണ്ട് തന്നെയാണ് ഇവരെ പ്രതിരോധിച്ചത് ഇസ്ലാം. നമ്മുടെ ശക്തി അതായിരുന്നു. നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അവതരിപ്പിച്ചു തന്ന ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ പ്രത്യയശാസ്ത്രത്തിന്റെ ബലം, അത് ആത്മീയതയിൽ ഊന്നിയ വൈജ്ഞാനിക തൃഷ്ണ തന്നെയായി. വിശുദ്ധ ഖുർആനിനെ വായിച്ചിരിക്കുക മാത്രമല്ല ചെയ്തത്, വായിച്ചതിൽ നിന്ന് ഗ്രഹിക്കുകയാണ് ചെയ്തത്. വായിച്ചതിൽ നിന്ന് ഗ്രഹിക്കുക, അക്ഷരങ്ങളിൽ അഭിരമിക്കുകയല്ല ചെയ്തത്, അക്ഷരങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ പ്രതിസന്ധിയെ അതിജയിച്ചത്. ബാഗ്ദാദിന്റെ തെരുവുകളിലേക്ക് ചെങ്കിസ് ഖാന്റെ പട്ടാളം ഇങ്ങനെ കയറി വരികയാണ്. ബാഗ്ദാദിന്റെ മണൽപ്പരപ്പുകളിലൊക്കെ മുസ്ലിങ്ങളുടെ തലകൾ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. ടൈഗ്രീസും യൂഫ്രട്ടീസും ഗ്രന്ഥങ്ങളുടെ മഷി കലർന്ന് കറുത്തുപോയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ബഗ്ദാദിലെ ഗ്രന്ഥങ്ങൾ ടൈഗ്രീസിലൂടെയും യൂഫ്രട്ടീസിലൂടെയും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. തർത്താരികൾ ബഗ്ദാദിനെ തകർത്ത് തരിപ്പണമാക്കി. ലക്ഷക്കണക്കിന് അമൂല്യ ഗ്രന്ഥങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് മനുഷ്യർ, തർത്താരികളുടെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും, സ്ത്രീകളും കുട്ടികളും വിധവകളും എന്ന് വേണ്ട, മുഴുവൻ മനുഷ്യരെയും കശാപ്പ് ചെയ്യുന്ന യുദ്ധനീതി ശാസ്ത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യർ ബഗ്ദാദിന്റെ തെരുവുകളിൽ വീണടിഞ്ഞു. ചെങ്കിസ് ഖാന്റെ വരവോടുകൂടി ബഗ്ദാദിൽ നിന്ന് ഇസ്ലാം അസ്തമിച്ചു പോയോ? നിങ്ങൾ ചരിത്രം പരിശോധിക്കണം. ബാഗ്ദാദ് എന്നത് ഒരു കാലത്ത് ഇസ്ലാമിക ലോകത്തിന്റെ വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു. അബ്ബാസി ഖിലാഫത്തിന്റെ ആസ്ഥാനമായ ബഗ്ദാദ്, അബ്ബാസികളുടെ ആസ്ഥാനമായ ബഗ്ദാദ്. ലോകത്തുള്ള വൈജ്ഞാനിക ദാഹികളെല്ലാം ബഗ്ദാദിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. ബഗ്ദാദ് കവികൾക്ക് മാത്രമായി ഒരു തെരുവുണ്ടായിരുന്ന ബഗ്ദാദ്. എത്രയോ കലാകാരന്മാർ, എത്രയോ സംഗീതജ്ഞർ ബഗ്ദാദിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കാലം. ആ ഒരു കാലത്തിന് മേലെയാണ് മംഗോളുകൾ കറുത്ത കരിമ്പടം വീഴ്ത്തിയത്. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇസ്ലാം അവിടെ അവസാനിക്കുമെന്ന്? ഒരിക്കലുമില്ല. ഇത് അള്ളാഹുവിന്റെ മതമാണ്. ഈ മതത്തെ നിലനിർത്തുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ചിങ്കിസ് ഖാന്റെ അനന്തരവർ തന്നെ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും കൂട്ടം കൂട്ടമായി മംഗോളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ച ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ആ മംഗോളുകളുടെ പിന്മുറക്കാരാണ് ഇന്ത്യയിൽ മുഗളന്മാർ. മുഗൾ സാമ്രാജ്യം നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നതാണ്. താരിഖ് ബിൻ സിയാദിന്റെ സൈന്യം
ജിബ്രാൾട്ടർ കടലിടുക്ക് താണ്ടി അന്തലൂസിലേക്ക് പ്രവേശിക്കുകയാണ്. ഇസ്ലാമിക് സ്പെയിൻ ഉദയം കൊള്ളുകയാണ്. ഇസ്ലാമിക് സ്പെയിനിൽ മുസ്ലിം സമൂഹം ഏറ്റവും ഉത്തുംഗമായ ഒരു നാഗരികത സ്ഥാപിക്കുകയാണ്. എങ്ങനെയാണ് ലോകത്തിന് വെളിച്ചമേകിയ ഒരു നാഗരികതയെ സ്പെയിനിൽ ഇസ്ലാമിക സമൂഹം പടുത്തുയർത്തിയത് എന്ന് നിങ്ങൾ പഠിക്കണം. ഗ്രനഡയും കൊർദോവയും എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കണം. കൊർദോവയുടെ തെരുവീഥികളിലൂടെ പുസ്തകത്തിന് വേണ്ടി ഭിക്ഷയാചിച്ച് നടന്നിരുന്ന വിജ്ഞാനദാഹികളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമ്മൾ ഏതുതരം ഇസ്ലാമിനെയാണ് നമ്മുടെ മുൻഗാമികൾ ലോകത്ത് പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ചത് എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോഴാണ് ലോകത്തിന് സംസ്കാരം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഇസ്ലാമാണ്. നിങ്ങൾ നിഷ്പക്ഷമായി ചരിത്രം എഴുതിയ പാശ്ചാത്യ ചിന്തകരുടെ തന്നെ പുസ്തകങ്ങൾ വായിച്ചു നോക്കൂ. അതിൽ വളരെ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 3 നേരം ഭക്ഷണം എന്നുള്ള ഒരു രീതി ലോകത്തിന് പരിചയമുണ്ടായിരുന്നില്ല, ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്താണ്. 3 നേരത്തെ ഭക്ഷണം. സോപ്പ് തേച്ച് കുളിക്കാൻ ലോകത്തിന് അറിയുമായിരുന്നില്ല, ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തതാണ് സോപ്പ് തേച്ച് കുളിക്കാൻ. ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ ഇസ്ലാമിക് സ്പെയിനിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ. ലോകത്ത് കടലാസ് ഇസ്ലാമിക് സ്പെയിനിലെ ഷാത്തിബ എന്ന് പറയുന്ന നഗരത്തിലും അതുപോലെ തന്നെ ചൈനയിലും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഷാത്തിബ കടലാസ് നിർമ്മാണത്തിന് പ്രസിദ്ധമായിരുന്നു അത്രേ. ആയിരക്കണക്കിന് ഗ്രന്ഥശേഖരങ്ങൾ. ഫ്രഞ്ച് രാജാവിന്റെ കൊട്ടാരത്തിൽ 600 പുസ്തകങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ കൊർദോവയിലെ ഓരോ വീട്ടിലും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ അട്ടിയട്ടിയായിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഓരോ വീട്ടിലും അവർ വിജ്ഞാനത്തിന് വേണ്ടി, അറിവ് സമ്പാദിക്കാൻ വേണ്ടി അത്രത്തോളം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കിട്ടിയത് കൊണ്ട് വെറുതെ ഇരുന്നില്ല. കിട്ടിയത് തന്നെ അധികമാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. കിട്ടിയത് കൊണ്ട് വെറുതെ ഇരിക്കാനല്ല, കിട്ടിയതിൽ നിന്ന് പുതിയതിനെ ഉൽപ്പാദിപ്പിക്കാൻ, ഈ ലോകത്തെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്തം, അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജയിക്കേണ്ടത്. ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകൾ, ചരിത്രത്തിൽ നിന്നുള്ള തണലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഇസ്ലാമിക് സ്പെയിൻ പെട്ടെന്ന് അപ്രത്യക്ഷമായതല്ല. ആന്തരികമായ ഒട്ടേറെ ചിന്ന ഭിന്നമായി പോയ ഒരു സമൂഹമായിട്ട് ഇസ്ലാമിക് സ്പെയിൻ മാറുകയാണ് ചെയ്തത്. ചരിത്രത്തിന്റെ അനിവാര്യമായ ഒരു പതനത്തിലേക്ക് ഇസ്ലാമിക് സ്പെയിൻ കടന്നുപോകും. ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന തരത്തിലേക്ക് അവിടെയുള്ള രാജാക്കന്മാർ മാറി. മാത്രവുമല്ല, തൊട്ടപ്പുറത്ത് രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ശത്രുക്കളുടെ സഹായം തേടുന്ന മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടായി. അങ്ങനെയാണ് സ്പെയിൻ തകരുന്നത്. ജിബ്രാൾട്ടറിലൂടെയാണ് താരിഖ് ബിൻ സിയാദ് സ്പെയിനിലേക്ക് കടന്നുപോയത് എന്ന് ഞാൻ പറഞ്ഞു. ആ ജിബ്രാൾട്ടർ ഭരിച്ചിരുന്ന സക്കാൽ രാജാവ് ഒടുവിൽ മൊറോക്കോയിൽ അഭയം തേടേണ്ടി വന്നു. മൊറോക്കയിലെ പള്ളിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഭിക്ഷയാചിക്കേണ്ടി വന്നു എന്ന് ചരിത്രം പറയുന്നു. സക്കാൽ രാജാവിന്റെ ചരിത്രം. അദ്ദേഹം തന്റെ കോട്ടിന്റെ പുറകിൽ എഴുതി വെച്ചിരുന്നു അത്രേ, നിങ്ങൾ ഭിന്നിക്കരുത്, ഭിന്നതയുടെ ലാഭമാണ് ഞാൻ എന്ന്. നിങ്ങൾ ഭിന്നിക്കരുത്, ഞാൻ ഭിന്നതയുടെ ലാഭമാണ്. ,30 ലക്ഷം മുസ്ലിങ്ങൾ
30 ലക്ഷം മുസ്ലിങ്ങൾ സ്പെയിനിന്റെ മണ്ണിൽ നിഷ്കാസിതരായി. ഒരാൾ പോലും അവശേഷിക്കാതെ മുസ്ലിങ്ങളെ ഒന്നടങ്കം ഇല്ലാതാക്കി. മുസ്ലിങ്ങൾ മാത്രമല്ല, യഹൂദർ ഉൾപ്പെടെയുള്ളവരെ പൂർണ്ണമായിട്ടും നിലംപരിശാക്കി കളഞ്ഞു. ആ ഇസ്ലാമിക് സ്പെയിനിൽ നിന്ന് 2 തരം പാഠങ്ങൾ നമുക്ക് മുമ്പിൽ ചരിത്രം അവതരിപ്പിക്കുന്നു. 2 തരം പാഠങ്ങൾ. ഒന്ന്, നിങ്ങൾ വൈജ്ഞാനികമായി മുന്നേറിയാൽ, നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നിങ്ങളെ തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന ചരിത്ര സന്ദേശം. രണ്ടാമത്, നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളെ നിഷ്പ്രയാസം തകർക്കാനാവും എന്നുള്ള സന്ദേശം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ് കാര്യം. ഒന്നിച്ചു നിന്നാൽ തകർക്കാനാവില്ല. വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ഈമാൻ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ഭയചകിതരായി പോകും. പിന്നെ നിങ്ങളെ തകർക്കാൻ എളുപ്പ. നമ്മളിപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി അതാണ്. നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പേടിക്കുകയാണ്. ലോകമൊന്നാകെ ഇസ്ലാമിനെ പേടിക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ പേടിക്കുന്നു. ലോകമൊന്നാകെ ഇസ്ലാമിനെ പേടിക്കുന്നു, നമ്മൾ ഇസ്ലാമിനെ എല്ലാവരും കൂടി വിഴുങ്ങാൻ പോവുകയാണോ എന്ന് നമ്മളും പേടിക്കുന്നു. 2 തരം പേടികളാണ്. അതായത്, ഒരു പട്ടി വന്ന് നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു പട്ടി ഇപ്പൊ നമ്മളെ കടിക്കുന്നു, പട്ടി വിചാരിക്കുന്നു പട്ടിയെ നമ്മൾ ഉപദ്രവിക്കുന്നു. 2 കൂട്ടരും പേടിക്കുക. ഈ പേടി ഇസ്ലാമോഫോബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പേടിയും, നമ്മുടെ ഉള്ളിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോയതിന്റെ ഫലമായി ഉണ്ടായ പേടി, ഈ 2 പേടിയുമാണ് ഇസ്ലാം ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധി. അതുതന്നെയാണ് മറ്റൊരു തരത്തിൽ കരൺ ആംസ്ട്രോങ് പറയുന്നത് വൈജ്ഞാനികമായ സംഘർഷം എന്ന്. ഈ വൈജ്ഞാനിക സംഘർഷത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒന്ന്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആധുനിക നാഗരികതയോടുള്ള വിമുഖത. ആധുനിക നാഗരികതയോടുള്ള വിമുഖത എന്ന് പറയുമ്പോൾ നാഗരികത എന്താണ് എന്ന് ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഒരു പരിഷ്കൃത സമൂഹം എന്ന്, ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണമെന്ന്, അത് അടിമുതൽ മുടി വരെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന്, മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി എങ്ങനെയാണ് എന്ന്, സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന്, ഇങ്ങനെയൊക്കെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു പ്രത്യയ ശാസ്ത്രം നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളത് നിരന്തരം വായിക്കുന്നുണ്ട്. നമ്മുടെ വായനക്കൊരു കുറവുമില്ല. നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഒരു കുറവുമില്ല. പക്ഷേ പ്രയോഗത്തിലെവിടെ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം പോസിറ്റീവാകുമ്പോൾ മാത്രമാണ് ഇസ്ലാമിക സമൂഹം പോസിറ്റീവാകും. നമ്മൾ നിലവിളിക്കാൻ വേണ്ടി ഒരു സമുദായം എന്ന തരത്തിൽ അധപ്പതിച്ചു പോകരുത്. ഇതൊരു നിലവിളി സമുദായമായി മാറ്റാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിളിച്ചുകൊണ്ടേയിരിക്കുക. ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും നിലവിളി തുടങ്ങും നമ്മൾ, അല്ലേ? ആരെങ്കിലും പിടിക്കുമ്പോഴേക്കും നമ്മൾ നിലവിളി തുടങ്ങും. ഐ എം എ മുസ്ലിം ബട്ട് ഐ എം നോട്ട് എ ടെററിസ്റ്റ് എന്ന് നമ്മൾ നെറ്റിയിൽ ഒട്ടിച്ചു വെക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മവിശ്വാസം നഷ്ടമായിരിക്കും. ആത്മവിശ്വാസം എന്നത് ഈമാൻ തന്നെയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം. അപ്പോഴാണ് RSSകാർ ഒന്നായി വന്ന് നമ്മളെ കൊല്ലുമോ എന്ന് നമ്മൾ പേടിക്കുന്നത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അമേരിക്ക ഒന്നായി ഇസ്ലാമിക ലോകത്തെ വിഴുങ്ങുമോ എന്ന് നമ്മൾ പേടിക്കുന്നത് ഈമാൻ കുറഞ്ഞു പോയതുകൊണ്ടാണ്. പേടിക്കാൻ പാടില്ല. പേടിച്ചാ പോയി. പേടിക്കാതെ നിൽക്കണം. പേടിക്കാതെ നിൽക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വേണം എന്തെങ്കിലും എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വേണ്ടത്, എങ്ങനെയാണോ ലോകത്ത് ഇസ്ലാം അതിൻ്റെ വൈജ്ഞാനികതയെ, അതിൻ്റെ സംസ്കാരത്തെ അവതരിപ്പിച്ചത്, ആ ഒരു തത്വസംഹിതയെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള ശേഷി നമുക്ക് വേണം.
മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഇസ്ലാമിനെ എങ്ങനെയാണ് ലോകം ഏറ്റെടുത്തത്? ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ പഠിക്കുമ്പോൾ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവമായി മാറും. ജീവിതത്തിൻ്റെ ചര്യയല്ല, അനുഷ്ഠാനമല്ല, സ്വഭാവമായി മാറും. ഇസ്ലാം സ്വഭാവമായി മാറുമ്പോൾ എന്തു നല്ല സ്വഭാവം എന്ന് ആളുകൾ അത്ഭുതപ്പെട്ട് നമ്മുടെ ചുറ്റും ഇങ്ങനെ കൂടും. അങ്ങനെയാണ് ഇസ്ലാം ലോകത്തിൽ പടർന്നു പന്തലിച്ചത്. അങ്ങനെയാണ് സൂഫി വര്യന്മാർ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചത്. ഇസ്ലാമിനെ സ്ഥാപിക്കുകയല്ല അവർ ചെയ്തത്, പ്രതിനിധീകരിക്കുകയാണ്. രണ്ടും രണ്ടാണ്. സൂഫി വര്യന്മാർ കാടുകളും മലകളും താണ്ടി ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്, ഇസ്ലാമിനെ സ്ഥാപിക്കുകയല്ല അവർ ചെയ്തത്, പ്രതിനിധീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ മുസ്ലിം എന്ന് അവർ പ്രതിനിധീകരിച്ചു. കേരളത്തിന്റെ ചരിത്രം തന്നെ നിങ്ങൾ വായിക്കും. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ പ്രദേശത്ത് എങ്ങനെയാണ് ഇസ്ലാം വന്നത്? ചുരുങ്ങിയ പക്ഷം അതെങ്കിലും വായിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് മനസ്സിലാവുക എന്താണ് ഇസ്ലാം. എങ്ങനെ വന്നു? ഭൂരിപക്ഷം അമുസ്ലിങ്ങൾ തിങ്ങി നിറഞ്ഞ, ബഹുദൈവ വിശ്വാസികൾ തിങ്ങി നിറഞ്ഞ ഒരു സമൂഹത്തിൽ ഒരു ഏകദൈവ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ സന്ദേശവുമായിട്ട് ഒരാൾ വന്നു നിന്ന് പ്രസംഗിക്കുകയും എല്ലാവരും അവരോട് മതസംവാദം നടത്തുകയും ചെയ്തിട്ടല്ല ഇസ്ലാം പ്രചരിപ്പിച്ചത്. നിങ്ങളുടെ മതം ഇങ്ങനെ, എൻ്റെ മതം ഇങ്ങനെ, നിങ്ങളുടെ വേദത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ വേദത്തിൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ തത്വങ്ങളിൽ കുരുക്കിയിട്ട് വ്യാഖ്യാനിച്ചിട്ടല്ല ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത്. മറിച്ച് ഇസ്ലാം എന്ന് പറയുന്ന സ്വഭാവത്തെ ഈ മനുഷ്യരുണ്ടല്ലോ, ഈ സൂഫി വര്യന്മാരുണ്ടല്ലോ, അവർ ഈ പറയപ്പെട്ട നാടുകളിലൊക്കെ പോയി പ്രതിനിധീകരിച്ചു. അങ്ങനെ പ്രതിനിധാനങ്ങളാവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നത്തിന്റെ വേര് കിടക്കുന്നത്. പ്രശ്നം നമുക്കറിയാം, പരിഹാരം നമ്മൾ നിർദ്ദേശിക്കുന്നത് പല വഴികളിലൂടെയാണ്. അവിടെയാണ് കുഴപ്പം. ചിലർ പറയുന്നു ആയുധമെടുക്കണമെന്ന്. അപ്പോൾ അവർ കൂടുതൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മുസ്ലിം തീവ്രവാദി പൊട്ടിത്തെറിക്കുമ്പോ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ആ തീവ്രവാദിയെ സൃഷ്ടിച്ചു വിട്ട ഈ പറയപ്പെടുന്ന മുസ്ലിം വിരുദ്ധ ലോബികളാണ്. അതിന്റെ പേരിൽ പിന്നെ ആ ജനസമൂഹത്തെ ഒന്നാകെ തീർത്തു കളയുകയാണ്. നിങ്ങൾ ആലോചിക്കുക, മ്യാൻമറിൽ എന്താണ് സംഭവിക്കുന്നത്? മ്യാൻമറിൽ വംശീയ ഉന്മൂലനം നടക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്? നമ്മൾ അതിന്റെ ഒരു വശം മാത്രം പഠിക്കുകയാണ്. അവിടെ ഒന്നോ രണ്ടോ ഏരിയകളിൽ പോയിട്ട് പ്രകോപനമുണ്ടാക്കുകയാണ് പട്ടാളം. പ്രകോപനമുണ്ടാക്കുകയും ഒന്നോ രണ്ടോ പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒന്നോ രണ്ടോ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നതോടുകൂടി ആ ഗ്രാമം ഒന്നാകെ നശിപ്പിക്കുകയാണ്. ആയുധമെടുത്തത് കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ആയുധത്തിന്റെ കൂടെ ആത്മവിശ്വാസം കൈവരണമെങ്കിൽ മറ്റൊന്നുകൂടി വേണം. അതാണ് നമ്മുടെ വിഷയം, വൈജ്ഞാനികമായ ആയുധം എന്ന് പറയുന്നത്. ഈ തത്വസംഹിതയിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ മറ്റുള്ളവർക്ക് തോന്നണം. ഇത് ശരിയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. അപ്പോൾ മാത്രമേ ഇതിനെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് കഴിയില്ല. നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുക. നമ്മളിപ്പോൾ നിലവിളിക്കുന്നുണ്ടല്ലോ, പിണറായി വിജയൻ വന്നു, രമേശ് ചെന്നിത്തല വന്നു, ആര് വന്നിട്ടും കാര്യമില്ല, ഭരിക്കുന്നത് RSS ആണ്, പോലീസ് പിടികൂടുന്നു, കൊണ്ടുപോകുന്നു, നിലവിളിക്കുകയാണ്. അങ്ങനെ നിലവിളിക്കുന്ന നമ്മൾ പോലീസ് സേനയ്ക്ക് നൽകിയ സംഭാവന എന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസിന് നൽകിയ സംഭാവന എന്താണ്? ഇന്ത്യൻ ബ്യൂറോക്രസിക്ക് നമ്മൾ എന്തെല്ലാം സംഭാവനകൾ അർപ്പിച്ചു എന്ന് നിങ്ങൾ പരിശോധിക്ക്, കണക്ക് വെച്ച് പരിശോധിക്ക്. 18 തികയുന്നതിന് മുമ്പേ പാസ്പോർട്ട് എടുത്ത് ഓടിപ്പോന്നു.
പോന്നിട്ട് കുറെ പൈസ ഉണ്ടാക്കി, കുറെ പള്ളികളും മദ്രസകളും ഉണ്ടാക്കി, ഒക്കെ ശരി. പക്ഷേ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഈ മതത്തെ നിലനിർത്താൻ, ഈ ദീനിനെ നിലനിർത്താൻ അനിവാര്യമായ, മുന്നിൽ നിന്ന് നയിക്കാനുള്ള ആത്മവിശ്വാസം ഈ ഖൗമിന് കിട്ടാൻ അനിവാര്യമായ ഒരു ഘടകമുണ്ട്. ആ ഘടകം എന്നുള്ളത് ഭരണതലത്തിൽ മുഖ്യധാരയുടെ ഭാഗമാവുക എന്നുള്ളതാണ്. ഭരണതലത്തിൽ മുഖ്യധാരയുടെ ഭാഗമാവുക എന്നുള്ളതാണ്. മന്ത്രിയും MLA യും ഉണ്ടാവുക എന്നല്ല. മന്ത്രി 5 കൊല്ലം കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുക്കണം, MLA 5 കൊല്ലം കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുക്കണം. പക്ഷെ ഒരു IAS കാരൻ കയറിയാൽ പിന്നെ റിട്ടയർ ചെയ്യുന്നവരെ അല്ലേ, അത്രയും കാലം അയാളെ നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയുള്ളവരെ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങളിൽ നിന്ന് എന്ത് സംഭാവനയാണ് ഉണ്ടായത് എന്ന് നമ്മൾ പരിശോധിക്കണം. ആധുനിക കാലത്തെ വെല്ലുവിളികളെ അതിജയിക്കേണ്ടത് അങ്ങനെയാണ്. ശാഖ കഴിഞ്ഞാൽ നേരെ പോലീസ് കോൺസ്റ്റബിൾ ആകാൻ പോകുന്ന RSSകാരനെ പ്രതിരോധിക്കേണ്ടത് പോലീസ് സേനയിൽ നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടാണ്, അല്ലാതെ പുറത്തുനിന്ന് നിലവിളിച്ചിട്ടല്ല. സർക്കാർ ജോലി നേടാൻ ശ്രമിച്ചിട്ടാണ്, അല്ലാതെ കുറെ പണം ഉണ്ടായത് കൊണ്ട് മാത്രം എല്ലാം നേടിയെടുക്കാമെന്ന വ്യാമോഹം, അത് ശരിയല്ല. മ്യാൻമറിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാവരും പട്ടിണി പാവങ്ങളാണ് എന്ന്? അല്ല. എത്രയോ പണക്കാരുണ്ടായിരുന്നു, എത്രയോ പണക്കാരായ മുസ്ലിങ്ങൾ മ്യാൻമറിൽ ഉണ്ടായിരുന്നു, ബർമയിലുണ്ടായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് പണ്ട് കാലത്ത് പ്രവാസം എന്ന് പറയുന്നത് ബർമയിലേക്കായിരുന്നു, റങ്കൂണിലേക്കായിരുന്നു, സിലോണിലേക്കായിരുന്നു. ബർമയിൽ പോയി പണക്കാരായി വന്ന എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്. ആ ബർമ, ആ മ്യാൻമറിലെ മുസ്ലിം സമൂഹം എല്ലാവരും പണമില്ലാത്തവരായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു എന്ന് നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. പണമുള്ളവരുണ്ടായിരുന്നു. 2 നില 3 നില വീടുകളുള്ള മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്. ആ വീടുകൾ ഉൾപ്പെടെ തകർക്കപ്പെട്ടു. പണത്തിന്റെ കുറവ് കൊണ്ടാണോ? അല്ല. ആ ബഹുസ്വര സമൂഹത്തിൽ അധീശത്വം നേടാനുള്ള വൈജ്ഞാനികമായിട്ടുള്ള സമ്പത്ത് അവരുടെ കൈവശം ഇല്ലാതെ പോയി എന്നുള്ളത് തന്നെയാണ് കാരണം. ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം പാലിലെ വെണ്മ പോലെയായിരിക്കും. പാൽ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന നിറം വെളുത്ത നിറമാണ്, വെണ്മയാണ്. ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം അങ്ങനെയാവണം. നിങ്ങളുടെ നാട്ടിൽ ഒരാൾ ഇങ്ങനെ വന്നിറങ്ങുമ്പോ അവിടെ 10 15 മുസ്ലിം വീടുകൾ മാത്രമാണ് എങ്കിലും ഇവിടെ മുഴുവൻ മുസ്ലിങ്ങളാണല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോകണം. അത് കുറെ പള്ളിയും മദ്രസ ഉണ്ടാക്കിയിട്ടല്ല. മുസ്ലിം എന്ന സ്വഭാവത്തെ അവർ അനുഭവിക്കാൻ സാധിക്കണം. ഇസ്ലാമിന്റെ സ്വഭാവത്തെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കണം. ആ നാട്ടിൽ വന്നിറങ്ങുമ്പോ, മുസ്ലിങ്ങളുമായി ഇടപെടുമ്പോ, അവരുമായി സാമ്പത്തിക ഇടപാട് നടത്തുമ്പോ, അവരുമായി സംസാരിക്കുമ്പോ, കരാറുകളിൽ ഏർപ്പെടുമ്പോ, ഇതിലൊക്കെ ഒരു വ്യത്യസ്തത, ഒരു വിശ്വാസ്യത അവർക്ക് അനുഭവിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോ ഇതേതാണ് മതം എന്നവർ അന്വേഷിക്കുന്നു. ഈ മതത്തോട് താല്പര്യം തോന്നും. അങ്ങനെയാണ് ഇസ്ലാമിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. ഇസ്ലാമിനെ ഒരു സ്വഭാവമായി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകാത്ത കാലത്തോളം ഈ മതത്തോട് നമ്മൾ നീതി പുലർത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ അതിന്റെ ആന്തരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ, അതിന്റെ ആത്മസത്തയിൽ അറിയാൻ, അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും അപ്പോൾ മാത്രമേ വിജയിക്കാനുള്ള ഒരു ശേഷി ഈ സമൂഹം കൈവരുകയുള്ളൂ. ചരിത്രം പറഞ്ഞു തരുന്ന പാഠങ്ങളതാണ്. ആ പാഠങ്ങളിൽ നിന്ന് വെറുതെ പ്രസംഗം കേട്ടു പോവുക എന്നതിനുമപ്പുറം എനിക്കും നിങ്ങൾക്കും ചിലത് ചെയ്യാനുണ്ട് എന്ന് തീർച്ചപ്പെടുത്താൻ കൂടി ഇത്തരം ക്യാമ്പുകൾ ഉപകരിക്കണം. നിങ്ങൾ ഏത് പ്രായക്കാരനായിക്കൊള്ളട്ടെ, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവനായിക്കൊള്ളട്ടെ,
ഈ ഇസ്ലാമിക സംസ്കൃതിക്ക് വേണ്ടി, ഈ ഇസ്ലാമിനെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി, ഈ ഇസ്ലാമിന്റെ സൗരഭ്യം നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി എനിക്കെന്ത് സംഭാവന തരാൻ, എനിക്കെന്ത് സംഭാവന നൽകാൻ സാധിക്കുമെന്ന് ഓരോരുത്തരും തീർച്ചപ്പെടുത്തുമ്പോൾ അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്ന സമൂഹമായി മാറുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് അള്ളാഹു നൽകിയ വാഗ്ദാനമാണ് അധീശത്വം. അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി നൽകിയ വാഗ്ദാനമാണ് നമുക്ക്. നിങ്ങൾ വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, നിങ്ങൾക്ക് തരും ഞാൻ ആ സമൂഹത്തിന്റെ അധീശത്വം, നിങ്ങൾക്ക് തരും. അത് വാക്കാണ്, പടച്ചോന്റെ വാക്കാണ്. അപ്പൊ വിശ്വസിച്ചാൽ പോരാ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. എന്താണ് സൽക്കർമ്മങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ. മനുഷ്യരോട് പെരുമാറേണ്ട രീതി, നമ്മുടെ ഇടപാടുകളിലെ സത്യസന്ധത, ഇസ്ലാമിക മൂല്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുകൊണ്ടുള്ള ജീവിതം, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം തുടങ്ങുന്നു നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തൽ, പരസ്പരം തെറിവിളിക്കൽ. അതോടുകൂടി നമ്മുടെ സാമൂഹികമായ ഇസ്സത്ത് ഇല്ലാതെയാവും. നമ്മുടെ അഭിമാനം, ഇസ്ലാമിന്റെ അഭിമാനം നമ്മൾ തന്നെ തെരുവുകളിൽ ഇങ്ങനെ പിച്ചു ചീന്തുന്നു. നമ്മൾ വിചാരിക്കുന്നു ചുറ്റുമുള്ളത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന്. പൊട്ടണക്കിണറ്റിലെ തവളകളെ പോലെ ഈ കാണുന്നത് മാത്രമാണ് ലോകം എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ തെരുവുകളിൽ പച്ചക്ക് പരസ്പരം തെറിവിളിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ, പബ്ലിക് പോസ്റ്റുകളിൽ പരസ്പരം തെറിവിളിക്കുന്നു. ഇത് കാണുന്ന ഒരു സമൂഹം ഇതിന് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ ഓർക്കുന്നില്ല. ഇത് കാണുന്ന ഒരു ഇതര സമൂഹം, ഇത് കാണുന്ന ഒരു അമുസ്ലിം സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ ഓർക്കുന്നില്ല. ആ ഓർമ്മ പോകുമ്പോ അപ്പോൾ നമ്മൾ പരാജിതരാകുന്നു. നമുക്ക് മുസ്ലിം എന്ന ഇസ്സത്തിനെ ഈ സമൂഹത്തിൽ അതിൻ്റെതായ അർത്ഥത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാതെ പോകും. പരസ്പരം പടപെട്ടാനുള്ള നേരത്തിനിടയ്ക്ക് ഇസ്ലാമിന്റെ സംസ്കൃതിയെ സ്ഥാപിക്കാൻ, ഇസ്ലാമിന്റെ സംസ്കൃതിയെ പ്രതിനിധീകരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അവിടെയാണ് പ്രശ്നം. അഞ്ചു നേരം നിസ്കരിക്കുന്നു, നോമ്പ് നിൽക്കുന്നു, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഒറിജിനലാണ് എന്ന് പറഞ്ഞ് വിൽക്കുന്നു. അവിടെ ഞാൻ പറഞ്ഞ ഇസ്ലാമിക മൂല്യം അപ്രത്യക്ഷമായി. അവിടെ നമ്മൾ പരാജിതരായി. കച്ചവടത്തിൽ ലാഭത്തിന് വേണ്ടി കൃത്രിമം കാണിക്കുന്നു. ആ കൃത്രിമത്തെ താൽക്കാലികമായിട്ടുള്ള ലാഭം നിങ്ങൾക്ക് ആ കൃത്രിമത്തിൽ നിന്ന് ലഭിച്ചേക്കാം. പക്ഷേ ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിശ്വാസ സംഹിത കൂടി ചീത്തയാവുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന മതം കൂടി നിങ്ങൾ ഒരാളുടെ കുരുത്തക്കേട് കൊണ്ട് ചീത്തയായി പോകുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ആ മനസ്സുണ്ടാക്കിയെടുക്കേണ്ടത്, ആ മനസ്സുണ്ടാക്കിയെടുക്കാനുള്ള പരിശീലനം നമ്മൾ സ്വയം നടത്തേണ്ടതാണ്. നമ്മൾ മറ്റുള്ളവരുടെ നേർക്ക് ഇങ്ങനെ കണ്ണാടി, ക്യാമറ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുക. എല്ലാവരുടെ നേർക്കും ക്യാമറ തിരിച്ചു വെച്ചിരിക്കുക. പക്ഷെ സ്വയം ആ ക്യാമറ ഒന്ന് തിരിച്ചു വെക്കണം, എന്നിട്ട് പരിശോധിക്കണം എവിടെയാണ് കുഴപ്പം എന്ന്. മറ്റുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്ന നേരത്ത് സ്വയം നവീകരണത്തിന്, ആത്മസംസ്കരണത്തിന് എന്തൊക്കെയാണ് ഞാൻ ജീവിതത്തിൽ ചെയ്തത്? അത് നിങ്ങൾ ആയിരക്കണക്കിന് ദിക്റുകൾ ചൊല്ലിയത് കൊണ്ട്, സ്വലാത്തുകൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല. ആ ദിക്റിനെ, ആ സ്വലാത്തിനെ അതിൻ്റെ ആത്മാവിൽ ഉൾക്കൊള്ളുന്ന തരത്തിൽ ചൊല്ലുവാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോ അതൊരു വെറും വാക്കല്ല. ആ ഒരു വാചകത്തിന് മുന്നിൽ, ആ ഒരു വാക്കിന് പിന്നിൽ ഒരു വലിയ സംസ്കൃതിയുടെ ഊർജം പതിയിരിക്കുന്നു. ആ ഒരു സംസ്കൃതിയെ മുഴുവനായിട്ടും പ്രതിനിധീകരിക്കുകയും നെഞ്ചേറ്റുകയും ചെയ്തവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരണം. മദീനയിലേക്ക് പോകുമ്പോ, മക്കയിലേക്ക് പോകുമ്പോ, ഓരോ തെരുവീഥികളിലൂടെ ഇങ്ങനെ പോകുമ്പോ ചരിത്രത്തിന്റെ ഓരോ അംശങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരണം. അതിൽ നിന്ന് നമ്മൾ ആ സ്വഭാവത്തെ സ്വാംശീകരിച്ചെടുക്കണം. ഇസ്ലാം എന്ന സ്വഭാവത്തെ, ആ സ്വഭാവത്തെ നമ്മൾ സ്വാംശീകരിക്കുമ്പോ നമുക്ക് ചുറ്റുമുള്ളവരെങ്കിലും നമുക്ക് ഈ മതത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും ഈ മതത്തിന്റെ ഖലീഫമാരാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും. നേതാക്കന്മാരുടെ കൂടെ നമ്മൾ ഉണ്ടാവണം. മഹാന്മാർക്കൊപ്പം ജീവിക്കണം. മഹാന്മാർക്കൊപ്പം ജീവിക്കുമ്പോഴാണ് മഹാന്മാരെ സൃഷ്ടിക്കുവാനുള്ള മരുന്നുകൾ നമുക്ക് കിട്ടുന്നത്. മഹാന്മാരെ സൃഷ്ടിക്കേണ്ടവരാണ് നമ്മൾ. ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ടവരല്ല നമ്മൾ, ഫേസ്ബുക്ക് കണ്ടുപിടിക്കേണ്ടവരാണ്. വാട്സപ്പ് ഉപയോഗിക്കേണ്ടവരല്ല നമ്മൾ, വാട്സപ്പ് കണ്ടുപിടിക്കേണ്ടവരാണ്. ലോകത്ത് ഇന്ന് കാണുന്ന കണ്ടുപിടുത്തങ്ങളുടെ, ശാസ്ത്രീയ മുന്നേറ്റങ്ങളുടെ, വൈദ്യശാസ്ത്രപരമായിട്ടുള്ള മുന്നേറ്റങ്ങളുടെ ഒക്കെ പിന്നിൽ ഒരു ഇസ്ലാമിക സംസ്കൃതിയെ നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. നമ്മളത് പഠിക്കുന്നില്ല. നമ്മുടെ ലോകചരിത്രം വായിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തെ വെറുതെ യുദ്ധങ്ങളുടെ കഥ മാത്രമായിട്ട് വായിച്ചു പോകുന്നതിന് പകരം വിജ്ഞാനത്തിന്റെ മഹാസാഗരം ഈ ലോകത്തിന് പകർന്നു നൽകിയ ഈ സംസ്കൃതിയെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ഉൾക്കൊള്ളുമ്പോ നമ്മൾ നമ്മളെ കുട്ടിയെ ഡിഗ്രി കഴിയുമ്പോഴേക്കും നീ ഇങ്ങോട്ട് വാ എന്ന് പറയില്ല, നീ ഉപരിപഠനത്തിന് പോ എന്ന് പറയും. നമ്മളെ കുട്ടിയെ വെറും ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രമാക്കി മാറ്റില്ല. മാനവിക വിഷയങ്ങൾക്ക് വേണ്ടി അവനെ നിങ്ങൾ കൊടുക്കും. മാനവിക വിഷയങ്ങൾ പഠിപ്പിക്കാൻ, ചരിത്രം പഠിപ്പിക്കാൻ, സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കാൻ, സൈക്കോളജി പഠിപ്പിക്കാൻ, ഫിലോസഫി പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ മതത്തെ നിങ്ങൾ സാങ്കേതികമായി വായിക്കുന്നതും സാങ്കേതികമായി അവതരിപ്പിക്കുന്നതും അവസാനിപ്പിക്കണം. മതത്തെ നിങ്ങൾ സ്പിരിച്വലായി വായിക്കുകയും സ്പിരിച്വലായി അവതരിപ്പിക്കുകയും വേണം. അതിന്റെ ആത്മീയാർത്ഥത്തിൽ വായിക്കുവാനും ആത്മീയാർത്ഥത്തിൽ അവതരിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങളിലൊക്കെ ആ സ്വഭാവത്തിന്റെ മാറ്റം നമ്മൾ സ്വയം ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. ശരിയായ അർത്ഥത്തിൽ, ശരിയായ രീതിയിൽ നമുക്കിതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഈ സമൂഹം പരാജിതരല്ലാത്ത വിജയിക്കുന്ന ഒരു സമൂഹമായി മാറുക. അങ്ങനെ വിജയിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധാനങ്ങളായി മാറാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.